നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സുരേഷ് ഗോപിയിലൂടെ കേരളത്തിൽ BJP അക്കൗണ്ട് തുറന്നിരിക്കുകയാണ്. വളരെ സന്തോഷകരമായ കാര്യം തന്നെയായിരുന്നു. അതിനുശേഷം അദ്ദേഹം കേന്ദ്രമന്ത്രി സ്ഥാനം ഏറ്റെടുക്കുമോ എന്ന അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. ആ അഭ്യൂഹത്തിനും വിരാമമിട്ട് ഇന്നലെ അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തു. പക്ഷേ ഇപ്പോൾ വരുന്ന വിവരങ്ങൾ തീർത്തും ആശങ്കാപരമാണ്. അതായത് അസ്വാരസ്യങ്ങൾ ഉണ്ടാകുന്നോ, തുടക്കത്തിൽ തന്നെ അസ്വാരസ്യങ്ങൾ ഉണ്ടാകുന്നോ എന്ന ചോദ്യം ഉയർത്തുന്ന ചില സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. തൃശ്ശൂരിൽ വലിയ രീതിയിലുള്ള ഒരു വിജയം തന്നെയാണ് സുരേഷ് ഗോപി നേടിയത്. അത് പച്ചയായ സത്യം തന്നെയാണ്. വലിയ രീതിയിലുള്ള ഭൂരിപക്ഷം, പ്രത്യേകിച്ച് BJPക്ക് ഇത്രയും വലിയൊരു ഭൂരിപക്ഷം കിട്ടുന്നു എന്നത് വലിയ കാര്യം തന്നെയാണ്. അത്തരത്തിലൊരു മിന്നുന്ന ജയം, ഒരു തകർപ്പൻ വിജയം തന്നെയാണ് സുരേഷ് ഗോപി തൃശ്ശൂരിൽ നേടിയെടുത്തത്. അങ്ങനെയാണ് BJP കേരളത്തിൽ ലോക്സഭ അക്കൗണ്ട് തുറന്നത്. എന്നിട്ടും സുരേഷ് ഗോപിക്ക് സഹമന്ത്രി സ്ഥാനം മാത്രം നൽകിയതിൽ സുരേഷ് ഗോപിക്ക് അതൃപ്തി ഉണ്ട് എന്ന ചില സൂചനകൾ, ചില വിവരങ്ങളാണ് പുറത്തു വരുന്നത്. കേന്ദ്ര ക്യാബിനറ്റിൽ അർഹമായ പരിഗണന കിട്ടിയിട്ടില്ല തനിക്ക് എന്നതും അതിൽ അതൃപ്തി താരത്തിനുണ്ട് എന്നതടക്കമുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. മാത്രമല്ല, അദ്ദേഹത്തിന് വേണ്ട രീതിയിലുള്ള പരിഗണന കിട്ടിയിട്ടില്ല എന്ന് അദ്ദേഹത്തിനോട് അടുത്തു നിൽക്കുന്നവരും പ്രതികരിച്ചു എന്നതും റിപ്പോർട്ടുകളായി പുറത്തു വരികയാണ്. പക്ഷേ ഈ പരാതികൾക്ക്, ഈ പരിഭവങ്ങൾക്ക് BJP നേതൃത്വം വിശദീകരണം നൽകുന്നുണ്ട്. BJP നേതൃത്വം പറയുന്നത് സിനിമാ തിരക്കുകൾ ഉള്ള വ്യക്തിയാണ് സുരേഷ് ഗോപി, അതുകൊണ്ടാണ് സഹമന്ത്രി സ്ഥാനം നൽകിയതെന്നാണ് BJP നേതൃത്വം നൽകുന്ന വിശദീകരണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന വ്യക്തിയാണ് സുരേഷ് ഗോപി. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഒരു കേന്ദ്രമന്ത്രി സ്ഥാനം അത് എല്ലാവരും ഉറപ്പിച്ച കാര്യമാണ്. മാത്രമല്ല, മോദിയുമായുള്ള ബന്ധം എന്നതിനേക്കാൾ ഉപരി കേരളത്തിൽ അക്കൗണ്ട് തുറക്കുന്ന, അല്ലെങ്കിൽ കേരളത്തിൽ വിജയിച്ച് ആ ഒരു പദവിയിലേക്ക് എത്തുന്ന ആദ്യ മലയാളി, അല്ലെങ്കിൽ കേരളത്തിലുള്ള ആദ്യ വ്യക്തി എന്ന ഒരു സവിശേഷത കൂടി സുരേഷ് ഗോപിക്കുണ്ട്. പക്ഷേ കിട്ടിയത് സ്വതന്ത്ര ചുമതലയല്ലാത്ത സഹമന്ത്രി സ്ഥാനം മാത്രമാണ് എന്ന കാര്യത്തിൽ അതൃപ്തി ഉണ്ട് എന്നതടക്കമുള്ള വിവരങ്ങൾ, സൂചനകൾ ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് അദ്ദേഹത്തിന്റെ നിലപാട് എന്നതറിയാൻ ഏവരും ആഗ്രഹിക്കുന്നുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം അദ്ദേഹം നടത്തിയ പ്രതികരണം, തനിക്ക് ഇനിയും സിനിമകൾ ചെയ്യാനുണ്ട്, തനിക്ക് സിനിമകൾ പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്, തന്നെ സ്വതന്ത്രമായി പറക്കാൻ അനുവദിക്കണം എന്നതടക്കമുള്ള പ്രതികരണവും സുരേഷ് ഗോപി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. തൃശ്ശൂരിൽ LDFനെയും UDFനെയും നിഷ്പ്രഭമാക്കിക്കൊണ്ട് നേടിയ ഒരു വിജയം തന്നെയാണ് സുരേഷ് ഗോപിയുടേത്. പക്ഷേ ഈ ഒരു അതൃപ്തി, അതായത് സഹമന്ത്രിയാക്കി കേന്ദ്ര സഹമന്ത്രി എന്ന ഒരു സ്ഥാനം മാത്രം അതിന് നൽകി എന്നതിലുള്ള അതൃപ്തി, അത് വലിയ രീതിയിലൊരു ചർച്ചയാവുകയാണ്. എന്തായാലും അദ്ദേഹത്തിന്റെ വകുപ്പ് എന്താണ് എന്നതിനെ കുറിച്ചുള്ള ആശങ്കകളൊക്കെ നിലനിൽക്കുന്നുണ്ട്. സുരേഷ് ഗോപി സാംസ്കാരിക മന്ത്രാലയത്തിലേക്കെന്ന് ആണ് സൂചനകൾ കിട്ടുന്നത്. മാത്രമല്ല, ജോർജ് കുര്യന് വിദേശകാര്യ മന്ത്രിയോ അല്ലെങ്കിൽ ന്യൂനപക്ഷ ക്ഷേമ സഹമന്ത്രി സ്ഥാനമോ ആയിരിക്കും കിട്ടുക. നേരത്തെ ഡൽഹിയിലേക്ക് കേന്ദ്ര നേതൃത്വം വിളിപ്പിച്ചപ്പോൾ സിനിമകൾക്ക് കരാറിൽ ഏർപ്പെട്ട കാര്യം സുരേഷ് ഗോപി നേതൃത്വത്തെ അറിയിച്ചതാണ്. ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്ര ചരിത്രം പ്രമേയമാകുന്ന ചിത്രം ഉൾപ്പെടെ 4 ചിത്രങ്ങളിലാണ് ഇനി സുരേഷ് ഗോപിക്ക് പ്രവർത്തിക്കാനുള്ളത്. അതിനുള്ള തയ്യാറെടുപ്പുകൾ അദ്ദേഹം നടത്തുകയാണ്. സിനിമകൾ മുടങ്ങിയാൽ അണിയറ പ്രവർത്തകർ പ്രതിസന്ധിയിലാകുമെന്നും സുരേഷ് ഗോപി നേതൃത്വത്തെ അറിയിച്ച കാര്യമാണ്. പക്ഷേ മന്ത്രിസ്ഥാനം ഉപേക്ഷിച്ച് സിനിമയിൽ അഭിനയിക്കുന്നത് അത് എങ്ങനെയാണ് ആക്സെപ്റ്റബിൾ ആകുന്നത് എന്ന കാര്യത്തിലുള്ള ചില ഉപദേശങ്ങളൊക്കെ അദ്ദേഹത്തിന് കിട്ടിയെന്നാണ് റിപ്പോർട്ടുകൾ. സുരേഷ് ഗോപി മന്ത്രിസ്ഥാനം ഏറ്റെടുക്കണമെന്നും സിനിമാ വിഷയം പരിഗണിക്കാമെന്നും കേന്ദ്ര നേതൃത്വം നിർദ്ദേശിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം സ്ഥാനം ഏറ്റെടുത്തത്. തൃശ്ശൂരിൽ 2 തിരഞ്ഞെടുപ്പുകളിൽ തോറ്റിട്ടും പിന്മാറാതെ നിന്ന അദ്ദേഹം ചരിത്ര ജയമാണ് തൃശ്ശൂരിൽ നിന്നും സ്വന്തമാക്കിയത്. പക്ഷേ കേന്ദ്ര സഹമന്ത്രി സ്ഥാനത്തെത്തിയ അദ്ദേഹം ഈ ഒരു കാര്യത്തിൽ അതൃപ്തി പ്രകടിപ്പിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ തീർച്ചയായിട്ടും ആ മിന്നുന്ന ജയത്തിന് പോലും പോറലേൽക്കുന്ന രീതിയിലുള്ള ഒരു കാര്യമായി ഇത് മാറുകയാണ്. എന്തായാലും അദ്ദേഹത്തിന്റെ നിലപാട് എന്താണ്, അദ്ദേഹം അത്തരത്തിലൊരു സ്ഥാനത്ത് നിന്ന് മാറുമോ, എന്തൊക്കെയായിരിക്കും ഇനി മുന്നോട്ടുള്ള ആ ഒരു പോക്ക് എന്ന കാര്യങ്ങളൊക്കെ BJP അണികൾ ആകാംക്ഷയോടെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അതേസമയം കേരളത്തിന് 2 കേന്ദ്ര സഹമന്ത്രിമാരാണുള്ളത്. രാഷ്ട്രപതി ഭവന്റെ അങ്കണത്തിൽ ആണ് സുരേഷ് ഗോപിയും ജോർജ് കുര്യനും സത്യവാചകം ചൊല്ലി അധികാരമേറ്റത്. സത്യപ്രതിജ്ഞ ചെയ്യും വരെ പദവി വളരെ രഹസ്യമായിരുന്നു. മോദി വിളിച്ചതിനു പിന്നാലെ തിരുവനന്തപുരത്ത് നിന്ന് കുടുംബസമേതമായിരുന്നു സുരേഷ് ഗോപി ദില്ലിയിൽ സത്യപ്രതിജ്ഞാ ചടങ്ങിനെത്തിയത്. രാവിലെ ദില്ലിയിലെ കേരള ഹൗസിൽ ജോർജ് കുര്യൻ എത്തിയിരുന്നു. അദ്ദേഹം വിവരം രഹസ്യമാക്കി വെച്ചിരുന്നു. പ്രധാനമന്ത്രിയുടെ വസതിയിൽ നടന്ന ചായ സൽക്കാരത്തിൽ പങ്കെടുത്തതിന് പിന്നാലെയാണ് കേന്ദ്ര
കേന്ദ്ര ക്യാബിനറ്റിലേക്കെന്ന് വ്യക്തമായത്. സുരേഷ് ഗോപിയുടെ തൃശൂരിലെ വിജയത്തിൽ ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് കിട്ടിയ പിന്തുണയ്ക്കുള്ള മറുപടിയാണ് ജോർജ് കുര്യന്റെ മന്ത്രിസ്ഥാനം എന്നാണ് വിലയിരുത്തൽ. മണിപ്പൂർ സംഭവത്തിന് പിന്നാലെ അകന്ന ക്രൈസ്തവ കൂട്ടർ അവർക്ക് BJP-യിലേക്ക് അടുക്കാനുള്ള ശ്രമം കൂടിയാണ് ഈ ഒരു അദ്ദേഹത്തിന്റെ കേന്ദ്രമന്ത്രി സ്ഥാനത്തിലൂടെ തുറന്നു വയ്ക്കപ്പെടുന്നത്. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ വൈസ് ചെയർമാനായിരുന്ന ജോർജ് കുര്യന് രാജ്യമാകെയുള്ള ക്രിസ്ത്യൻ നേതാക്കളുമായുള്ള ബന്ധവും ഒരു മുതൽക്കൂട്ടായി മാറി. രാജഗോപാലിന്റെ OSD ആയി പ്രവർത്തിച്ച ഒരു അനുഭവം അതും കൂടി ജോർജ് കുര്യന് സ്വന്തമായിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.